ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് +2 മാത്തമാറ്റിക്സിലെ 5th ചാപ്റ്ററായ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പാർട്ട് 1 റിലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന അടുത്ത കേസ് എന്ന് പറയുന്നതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതുപോലെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വന്നാൽ നമുക്കതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിലേക്ക് പോകാം. കണ്ടിന്യൂറ്റി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ax plus b, if x less than 3 less than 4, 20 if x greater than or equal to 4 is a continuous function. അപ്പോൾ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ തെറി പാർട്ടുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ ഉണ്ടോ, എഫ് ഓഫ് എക്സ്, ദാറ്റ് മീൻസ് ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ആൻഡ് ദ റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഉണ്ടോ, റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ഈ മൂന്ന് കേസും കൂടെ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഉണ്ടോ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഉണ്ടോ. അപ്പം ഈ ലിമിറ്റുകളെല്ലാം ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്, എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ then limit x tends to a f of x is equal to limit x tends to a plus f of x is equal to limit x tends to a minus f of x. അങ്ങനെ മൂന്നും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ അല്ലെ, ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി കളയാം. Find the values of a and b if f of x is equal to 10 if x less than or equal to 3 ഉണ്ടോ. ഈ ഫംഗ്ഷനകത്ത് x less than or equal to 3 എന്ന് പറയുന്നതിനകത്ത് 3യും 3യിൽ താഴോട്ടുള്ളതിലെല്ലാം x എന്ന് പറഞ്ഞ 10 ആണ്. എക്സിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, നൗ if x less than 3 less than 4, x less than 3 less than 4, ഓക്കെ, അല്ലെങ്കിൽ 3 less than x less than 4 ഉണ്ടോ. അപ്പോൾ 3 less than x less than 4, 3 less than x less than 4, 3 less than x less than 4 എന്ന് പറയുന്ന കേസിനകത്ത് x in between 3 and 4 ഉണ്ടോ, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3ക്കും 4നും ഇടയ്ക്കാണ്. സോ ദ നെക്സ്റ്റ് ഈസ് x greater than or equal to 4, x greater than or equal to 4 means 20 if x greater than or equal to 4 is a കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടോ. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തന്നിരിക്കുന്ന ആ പോയിന്റിലും ആ ഫംഗ്ഷൻ എപ്പോഴും ഈക്വൽ ആയിരിക്കും അല്ലെ. സോ നമുക്കിവിടെ നോക്കാം, ഇവിടെ രണ്ട് കേസസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 3 ലെസ് ദാൻ എക്സ്. ഓക്കെ, 3 ലെസ് ദാൻ എക്സ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്നാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 3 മൈനസും 3 പ്ലസും 3യുടെ വാല്യൂസ് കണ്ടുപിടിക്കാം അല്ലെ. 3 മൈനസും 3 പ്ലസും 3യുടെ. അപ്പൊ നമുക്ക് നോക്കാം ലിമിറ്റ്. അപ്പം എഫ് ഓഫ് എക്സ് സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഉണ്ടോ, സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഉണ്ടോ, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കേസിൽ എടുക്കാൻ പറ്റും, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് പറയുമ്പോൾ ലെസ് ദാൻ്റെ കേസാണ്, എത്ര വരും 10 ഉണ്ടോ. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 എഫ് ഓഫ് എക്സ്, ആക്ച്വലി ദിസ് ഈസ് ഈക്വൽ ടു 10 ഉണ്ട്. അപ്പം എക്സിന്റെ കേസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ലെസ് ദാനും അതായത് ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ടു 3 എന്നും വരുന്നത് എപ്പോഴും ഫംഗ്ഷൻ 10 ആയിരിക്കും. അപ്പൊ അടുത്ത കേസ് കണ്ടോ,
എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എ എക്സ് പ്ലസ് ബി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് പകരം 3 കൊടുത്തേ, അപ്പോൾ എന്ത് കിട്ടും? 3a പ്ലസ് ബി ഉണ്ടോ? 3a പ്ലസ് ബി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. സോ ദാറ്റ് മീൻസ് ദീസ് 3 കേസസ് ആർ ഈക്വൽ അല്ലേ? ഈ 3 കേസും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 3 എന്ന് പറയാം ഉണ്ടോ? എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കാം. ദറ്റ് വിൽ ബി ഇക്വേഷൻ നമ്പർ 1 ഉണ്ടോ? ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 3 മീൻസ് എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 10 ആണ്. ഇവിടെ 3 അല്ല, നമുക്ക് ഇവിടെ 10 ആണ് തന്നിരിക്കുന്നത് അല്ലേ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പം എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും എക്ക് നമുക്കിവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ അല്ലേ? വാല്യൂസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ പറയാം എക്സിൻ്റെ പകരം നമ്മൾ വാല്യൂ കൊടുത്തു. വാല്യൂ എന്താണ് കൊടുത്തത്? 3 ആണ് കൊടുത്തത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 3 ഈക്വൽ ആയതുകൊണ്ട് 3a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 10. ദറ്റ് വിൽ ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത കേസ് കണ്ടോ? ഇനി 4നെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. 4നെ ബേസ് ചെയ്ത് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 4 ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ 2 കേസ് വരും. ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ 4 മൈനസിന്റെ കേസ് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ 4 പ്ലസിന്റെ കേസും വരും അല്ലേ? അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും അതിന്റെ റൈറ്റ് ലിമിറ്റും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഓർക്കുക എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് ആ കണക്ട് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് പകരം 4 കൊടുക്കുക, 4a പ്ലസ് ബി ഉണ്ടോ? 4a പ്ലസ് ബി. സോ നെക്സ്റ്റ് ഈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന കേസാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈക്വൽ ടു തുറന്ന കേസ് എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4ന്റെ കേസ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുന്നുണ്ട്. സോ ദ ഇക്വേഷൻ ഈസ് 4a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 20. ദറ്റ് വിൽ ബി ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മൈനസ് ചെയ്ത് നോക്കിക്കേ. ഇവിടെ കണ്ടോ 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ ഇത് എന്ത് കിട്ടും? -4a മൈനസ് 3a മൈനസ് 4a എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? -a ഉണ്ടോ? 3a മൈനസ് 4a ഉണ്ടോ? 3a മൈനസ് 4a. സോ വി ഗെറ്റ് -a. ഇനി ബി മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി 0 ആയി പോകും. 10 മൈനസ് 20 ഈസ് -10. 10 മൈനസ് 20 ഈസ് -1. അതായത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1 മൈനസ് 2 ആണ്. 1ൽ നിന്ന് 2 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ വി ഗെറ്റ് -a ഇസ് ഈക്വൽ ടു -10. അപ്പം എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി ഉണ്ടോ? എ ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി ഈ എയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1-നകത്തോ 2-നകത്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂയും കിട്ടും. അപ്പോൾ നമുക്ക് ഇൻ 1 ഇത് 1ലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും 3 × 10 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 10. സോ ബി ഈക്വൽ ടു 10 മൈനസ് ഈ 3 × 10 30 ആണ്. 10 മൈനസ് 30. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -20. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് കിട്ടി. എയുടെ വാല്യൂ -10 ഉം ബിയുടെ വാല്യൂ -20 എന്നും കിട്ടി. അപ്പോൾ ക്ലിയർ ആയ പറഞ്ഞത്. അപ്പം നോക്കുക, ഇതിന്റെ പ്രത്യേകത ഇത് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് സാധാരണ ബോർഡ് എക്സാമിന് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ട് അതിനകത്തുനിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തന്നിരിക്കുന്ന ആ പോയിന്റിലും ആ ഫംഗ്ഷൻ എപ്പോഴും ഈക്വൽ ആയിരിക്കും. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഉണ്ടോ? അപ്പോൾ നമുക്ക് അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു സൈൻ എക്സ് ഈസ് ഉണ്ടോ? Derivative of e raised to sin x. So the function this is of the form is function of a function ഉണ്ടോ? ഇതൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. കാരണം നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് എന്ന് മാത്രം ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്തൊരു എക്സിന്റെ ഫംഗ്ഷനേ ഉള്ളൂ അല്ലെ? ഇ പവർ ഓഫ് എക്സ്. സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് നമുക്ക് പറയാൻ പറ്റും എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ്. ഓക്കെ, പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത കണ്ടോ? ഇ റൈസ് ടു സൈൻ എക്സ് ആണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും അത് അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനിലാണെങ്കിൽ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? അതായത് നമുക്ക് നോക്കാം.
y is equal, suppose y is equal to f of g of phi of x ഉണ്ടോ? അപ്പം ഇവിടെ ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് ജി ഓഫ് ഐ ഓഫ് എക്സ്. സോ വാട്ട് ഈസ് ദിസ് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടോ? ഇവിടെ എത്ര ഫംഗ്ഷൻ ഉണ്ട്? എഫ് ഓഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അല്ലെ, ജി ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. 3 ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈ ഓഫ് എക്സിനകത്ത് എക്സ് ഉണ്ട്. എക്സിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 1 ആണ് വരുന്നുണ്ട്. നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ആണ്, നമ്മൾ അതിനെ ശരിക്കും 1 എന്നുള്ള രീതി വരുന്നുണ്ട്. അതൊരു ഇതായിട്ട് നമ്മൾ എടുക്കാറില്ല. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഈ 3 ഫംഗ്ഷനെയും സാധാരണ ഒരു ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ തന്നെ ആ റിസൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കും. അപ്പം എഫ് ഓഫ് ജി ഓഫ് ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ വി ഗെറ്റ് എഫ് ഡാഷ് ഓഫ് ഉണ്ടോ, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് ഫൈ ഓഫ് എക്സ് കണ്ടോ, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് ഐ ഓഫ് എക്സ് ഇൻറ്റു ഇനി അടുത്ത അതിനകത്ത് വന്നിരിക്കുന്ന അടുത്ത ഫംഗ്ഷൻ ജി ഓഫ് ഐ ഓഫ് എക്സ് ആ. അപ്പൊ എന്ത് വരും? ജി ഡാഷ് ഓഫ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു അടുത്ത് വന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? പൈ ഓഫ് എക്സ്. സോ ദാറ്റ് ഈസ് പൈ ഡാഷ് ഓഫ് എക്സ്, പിന്നെയും ബ്രാക്കറ്റ് വന്നിരിക്കുന്ന എക്സ് ആണ്. സോ ഇറ്റ് ഈസ് ഡെറിവേറ്റീവ് 1. അപ്പൊ ഇങ്ങനെ ഇത് പോകും ഉണ്ടോ, ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് ഓരോ ഫംഗ്ഷനും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നു. അതാണ് ഈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള റൂളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോന്നിനെ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നു. സോ വി കോൾഡ് ചെയിൻ റൂൾ ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ എന്തുകൂടെ പറയാം? ചെയിൻ റൂൾ എന്നുകൂടി പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സീ ദിസ് ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. ഇതേ രീതിയിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ നമുക്കിതിനെ y is equal to e raised to sin x എന്ന് എഴുതി ഉണ്ടോ, y is equal to e raised to sin x. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, e raised to sin x എന്നുള്ള കംപ്ലീറ്റ്ലി ഒരു ഫംഗ്ഷൻ ഉണ്ട്, ദെൻ sin x എന്ന് പറഞ്ഞ അടുത്ത ഫംഗ്ഷനും അതിനകത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പൊ e raised to sin x, എക്സിന്റെ സ്ഥാനത്ത് sin x ആണ്. അപ്പൊ e raised to sin x, അപ്പൊ x stands for at any function അല്ലെ, എക്സിന്റെ പല ഫംഗ്ഷൻ ആയിട്ട് മാറാം. സോ വി ഗെറ്റ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ e raised to sin x എന്ന് പറഞ്ഞ ഒരു ഹോൾ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ sin x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നോക്കാം. dy by dx is equal to എന്ന് പറയുന്നത്, dy by dx is equal to എന്ന് പറയുന്നത് നോക്കാം, e raised to sin x ഉണ്ടോ, അതിന്റെ ഡെറിവേറ്റീവ് വരുന്ന e raised to sin x ഉണ്ടോ. എന്താണ് ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്? e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x ആണ്. അപ്പൊ e raised to sin x ന്റെ ഡെറിവേറ്റീവോ e raised to sin x ഇൻറ്റു ഉണ്ടോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആയതുകൊണ്ട് sin x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം അല്ലെ? അപ്പൊ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് കൊടുക്കാം? sin x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് sin x എന്ന് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് sin x. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും e raised to sin x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് sin x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് sin x? cos x. ഓക്കെ, സോ ദ ആൻസർ ഈസ് cos x ഇൻറ്റു e raised to sin x. ഓക്കെ, sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. അപ്പൊ cos x ഇൻറ്റു e raised to sin x is the answer. ക്ലിയർ? ഓക്കെ, അപ്പൊ ഓർക്കുക ഡെറിവേറ്റീവ് ഓഫ് e raised to sin x എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. ഓക്കെ, then see the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് k so that the function f of x is equal to kx plus 1 if x less than or equal to 5, 3x minus 5 if x greater than 5 is continuous at x is equal to 5 ഉണ്ടോ. ഈ x is equal to 5 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് പറയുന്നത്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്തിന്റെ വാല്യൂ കാണണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന ആ പോയിന്റിലും അതിന്റെ ലെഫ്റ്റ് ലിമിറ്റിലും അതിന്റെ റൈറ്റ് ലിമിറ്റിലും അത് ഈക്വൽ ആയിരിക്കും ഉണ്ടോ, അത് ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് ശരിക്കും ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ പറയാം എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് continuous at x is equal to 5 ഉണ്ടോ. f of x is continuous at x is equal to 5. So which implies that limit x tends to 5 minus f of x is equal to limit x tends to 5 plus f of x is equal to limit x tends to 5 f of x ഉണ്ടോ. ഈ മൂന്ന് കേസിലും ഇത് ഈക്വൽ ആയിരിക്കും ഉണ്ടോ.
limit x tends to 5 minus f of x is equal to limit x tends to 5 plus f of x is equal to limit x tends to 5 f of x ഇത് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് നോക്കാം, ഓരോ കേസ് നോക്കാം. ലിമിറ്റ് എക്സ് ടേൺസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാന്റെ കണ്ടീഷനിൽ വരുന്നതാണ് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെസ് ദാന്റെ കണ്ടീഷനകത്ത് വരുന്നത് ഏതാണ്? കെ എക്സ് പ്ലസ് 1 ആണ്. നോക്കുക, ലെസ് ദാന്റെ കണ്ടീഷനിൽ വരുന്നത് കെ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ കെ എക്സ് പ്ലസ് 1 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം ലിമിറ്റ് എക്സ് ടേൺസ് ടു 5 മൈനസ് കെ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു അടുത്ത കേസ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 5 പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാന്റെ കണ്ടീഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാന്റെ കണ്ടീഷനിൽ വന്നിരിക്കുന്നത് 3x മൈനസ് 5 ആണ്. 3x മൈനസ് 5 is equal to limit x tends to 5. ലിമിറ്റ് x tends to 5 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 5 വരുന്ന കേസ്. അപ്പോൾ ഈക്വൽ ടു 5 വരുന്ന കേസ് kx പ്ലസ് 1 ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം ലിമിറ്റ് x tends to 5 kx പ്ലസ് 1. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം എക്സ് വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? 5 ഇട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ 5 കൊടുക്കുമ്പോൾ ഇവിടെ 5k പ്ലസ് 1 വരും ഈസ് ഈക്വൽ ടു അടുത്തതിനകത്ത് നമ്മൾ എക്സിന് പകരം 5 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 5 മൈനസ് 5 ഈസ് ഈക്വൽ ടു അടുത്തതിനകത്ത് എക്സിന് പകരം 5 കൊടുക്കുമ്പോൾ 5k പ്ലസ് 1 വരും. സോ ദാറ്റ് മീൻസ് 5k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 15 മൈനസ് 5 ഈസ് 10. സോ ഇസ് ഈക്വൽ ടു 5k പ്ലസ് 1. അപ്പോൾ ഈ 5k പ്ലസ് 1 എന്തിനോട് ഈക്വൽ ആണ്? 15നോട് ഈക്വൽ ആണ്. അപ്പോൾ ദെൻ വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. കണ്ടോ, അതിൽ നിന്ന് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? കെയുടെ വാല്യൂ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും പറയാം 5k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10. കണ്ടോ, 5k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ 3 ഇൻറ്റു 5 15 മൈനസ് 5 ഈസ് 10. അപ്പോൾ 5k പ്ലസ് 1 10ലാണ്. അങ്ങനെയാണെങ്കിൽ 5k ഈസ് ഈക്വൽ ടു 10 മൈനസ് 1 എന്ന് കൊടുക്കാം. then 5k is equal to 9 എന്നാണ് കിട്ടിയത്. സോ k is equal to 9/5 ഉണ്ടോ. അപ്പോൾ kയുടെ വാല്യൂ എന്താണ്? 9/5 ആണ് കേട്ടോ, 9/5. അപ്പോൾ ഇവിടെ നോക്കിക്കേ 9/5 ആകുമ്പോൾ kയുടെ വാല്യൂ 9/5 ആകുമ്പോൾ ഇവിടെ 9/5 kക്ക് കൊടുക്കുക. 9/5 x എന്ന് വരും. അപ്പോൾ xന് 5 കൊടുക്കുമ്പോൾ 5ഉം 5ഉം കൂടെ കട്ടാവും. അപ്പോൾ 9 + 1 10 ആയി ഉണ്ടോ. അതുപോലെ തന്നെ ഇവിടെയും എക്സിന് 5 കൊടുക്കുമ്പോൾ 10 അല്ലേ കിട്ടുന്നത്. അപ്പോൾ 10 ഈക്വൽ ടു 10 അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലേ. അപ്പോൾ തിരിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലും മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഓർക്കുക, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തന്നിരിക്കുന്ന പോയിന്റും 3ഉം ഇക്വേറ്റ് ചെയ്ത് ചെയ്യാം. അതാണ് കണ്ടിന്യൂസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. സോ വി ഗെറ്റ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9/5 ആണ് കേട്ടോ. 9/5 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് എക്സ് ക്യൂബ്. സി y is equal to log of x cube ഉണ്ടോ. y is equal to log of x cube. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഉണ്ടോ. ഇതൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലോഗ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്, അതിനകത്ത് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട് ഉണ്ടോ. അപ്പോൾ ലോഗ് ഓഫ് എക്സ് ക്യൂബും ഉണ്ട്, എക്സ് ക്യൂബും ഉണ്ട്. നമുക്കറിയാലോ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, അല്ലെങ്കിൽ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x ആണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് ലോഗ് എക്സ് is equal to 1/x. Okay, so what is d/dx of x raised to n? x raised to n means n into x raised to n minus 1. ഈ രണ്ട് റിസൾട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്കിക്കേ y is equal to log of x cube. അപ്പോൾ log x ന്റെ ഡെറിവേറ്റീവ് എടുക്കാം. x cube എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് x raised to n ന്റെ ഡെറിവേറ്റീവ് ഇതിലേക്ക് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ log x cube. So the two functions are there. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും dy/dx is equal to log of x cube is 1/x cube into ഉണ്ടോ 1/x ന്റെ സ്ഥാനത്ത് x cube ആണ്. അപ്പോൾ x ക്യൂബിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇൻറ്റു d/dx ഓഫ് x ക്യൂബ് ഉണ്ടോ, ഇൻറ്റു d/dx ഓഫ് x ക്യൂബ്. സോ വി ഗെറ്റ് 1/x ക്യൂബ് ഇൻറ്റു d/dx ഓഫ് x ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അപ്ലൈ ചെയ്യണം? x raised to n ഡെറിവേറ്റീവ് n into x raised to n minus 1. അപ്പോൾ x ക്യൂബിന്റെ n എടുക്കണം 3 into x raised to 3 minus 1. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ 3 into x raised to 3 minus 1. So that is 3 into x raised to 3 minus 1 is 3x square divided by x cube ഉണ്ടോ. 3x square divided by x cube. അപ്പോൾ ഇവിടെ നമുക്ക് x സ്ക്വയറിന്റെ രണ്ട് ടേമും x ക്യൂബിന്റെ രണ്ട് ടേമും വെട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേം മിച്ചം വരും. So we get 3 divided by x is the answer ഉണ്ടോ.
3 divided by x is the answer. അപ്പോൾ നോക്കുക, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടി 3/x എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ, 3/x എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. ഇനി see the next problem. Next one. So the next is find dy by dx. The two questions are there. X square plus xy plus y square equal to 100. Y is equal to sine inverse of 2x by 1 plus x square. So this first question is an implicit function. Implicit function. Implicit function. What do you mean the implicit function? എന്താണ് implicit function കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? അതായത് implicit function means x and y alone functions are called implicit function. ഉണ്ടോ? ഒരു implicit function എന്ന് പറഞ്ഞിട്ടുണ്ട് മീൻ ചെയ്യുന്നത് x and y alone functions are called implicit function. അപ്പോൾ ഒരു implicit functionനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? എക്സിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ വൈനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കൂടെ കൊടുക്കണം. സപ്പോസ് ഇപ്പൊ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ വൈ സ്ക്വയറിനെ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? വൈ സ്ക്വയറിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതായത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതും? 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൊടുത്തിരിക്കണം. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്തുകൊണ്ടാണ്? എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട്. അത് പ്രത്യേകം നമ്മൾ ഓർത്ത് വെക്കണം. അതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് എക്സ് ആൻഡ് വൈ അലോൺ ഫംഗ്ഷൻസ് ആണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ വൈനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പം എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെങ്കിൽ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് പറയാം? 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൊടുക്കണം. ബിക്കോസ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പൊ അത് ടിയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ടി സ്ക്വയർ ആണെങ്കിൽ എന്താണ്? ടിയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലാണ് എക്സ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിലോ 2t ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് കൊടുത്തിരിക്കണം. അപ്പൊ ഏത് വേരിയബിൾ ഉപയോഗിച്ചാണോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ആ വേരിയബിളിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കണം. അതായത് ഇപ്പം എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിനകത്ത് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x കൊണ്ട് നിർത്താം. പിന്നെ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ് മീനിങ് വരുന്നത് അല്ലേ? അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന വേറൊരു പ്രത്യേകത ഇതാണ്. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം എല്ലാം കൂടെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റും, ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഗ്രൂപ്പ് ചെയ്തിട്ട് കോമൺ എടുത്തിട്ട് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആൻസറിലേക്ക് എത്തും. അങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ നമ്മളെപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ അലോൺ ഫംഗ്ഷൻസ് ആർ കോൾഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. മറന്നു പോകരുത്. എക്സ് ആൻഡ് വൈ അലോൺ ഫംഗ്ഷൻസ് ആർ കോൾഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ദെൻ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് എക്സ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ വൈ സ്ക്വയർ എന്നൊരു ടേം ഉണ്ടെങ്കിൽ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കണം. അപ്പം എനി വൈ ടൈം, ഏത് വൈ ടൈം ഉണ്ടെങ്കിലും അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് കൂടെ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കളയാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. ഉണ്ടോ? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പൊ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ എക്സും വൈയും ഫങ്ഷൻസ് ആണ്. ഉണ്ടോ? എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, വൈ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡിഫറൻസിയേഷനകത്ത് ഏത് റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ? പ്രോഡക്റ്റ് റൂൾ. ഏത് റൂളാണ്? പ്രോഡക്റ്റ് റൂൾ അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ എക്സ് ഇൻറ്റു വൈക്കകത്ത് ഏത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് പ്രോഡക്റ്റ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ.
ദാറ്റ് ഈസ് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ നമുക്ക് ഈ എക്സ് ഇൻറ്റു വൈനെ പ്രോഡക്റ്റ് റൂൾ വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ദെൻ പ്ലസ് അഗൈൻ വൈ സ്ക്വയർ ഈസ് ദെയർ ഉണ്ടോ. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കണം 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടോ. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കണം 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എടുക്കുക. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഈസ് എ കോൺസ്റ്റന്റ്. സോ വി ഗെറ്റ് ഡെറിവേറ്റീവ് 0 ഉണ്ടോ. 100ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്, നമ്മൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ശ്രദ്ധിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം എല്ലാം കൂടെ ഒരു സൈഡിലാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇനി ഡി ബൈ ഡി എക്സ് ടൈം ഒന്ന് 2x ഉണ്ടെന്ന് y ഉണ്ട്. അപ്പം 2x അപ്പുറേ പോകുമ്പോൾ -2x ആയി, y അപ്പുറേ പോകുമ്പോൾ -y ആയി. അപ്പൊ ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുക. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2x പ്ലസ് y മൈനസ് ഓഫ് 2x പ്ലസ് y. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഉണ്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എഴുതാൻ പറ്റും. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് മൈനസ് ഓഫ് 2x പ്ലസ് y ഡിവൈഡഡ് ബൈ എന്തെടുക്കണം എക്സ് പ്ലസ് 2y ഉണ്ടോ. ദാറ്റ് ഈസ് ദ ആൻസർ എക്സ് പ്ലസ് 2y. ക്ലിയർ എന്താ. അപ്പോൾ ഓർക്കുക ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ അലോൺ ഫംഗ്ഷൻസ് ആണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ വൈനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രൂപ്പ് ചെയ്തിട്ട് ഡി ബൈ ഡി എക്സ് ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിലാക്കി ബാക്കിയുള്ള അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് ആൻസർ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടോ. അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടോ. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ്, നമ്മൾ കണ്ടു y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നു ഉണ്ടോ. 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നതിനകത്ത് ഒരു കണ്ടീഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ റേഞ്ച് -1നും +1നും, അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് -1നും +1നും ഇടയ്ക്കാണ് അല്ലെ. റേഞ്ചും ഡൊമൈനും അല്ലെ. അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, റേഞ്ച് സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം സൈൻ എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ആണ് സൈൻ എക്സിന്റെ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നതാണ് -1നും +1നും ഇടയ്ക്ക് വരുന്നത് അല്ലെ. അപ്പം -1നും +1നും ഇടയ്ക്കാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടുന്നത് എപ്പോഴും -1നും +1നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ശരിക്കും ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനെ സിംപ്ലിഫൈഡ് ഫോമിലോട്ട് ആക്കിയിട്ട് വേണം എപ്പോഴും എന്ത് ചെയ്യാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് ഓൾറെഡി സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം. -1/√1 - x സ്ക്വയർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ഫോർമുല. ഇനി ഇപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ക്യൂബ് ആണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ്ലി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. -1/√1 - x ക്യൂബ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനി ചില കേസിൽ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ യൂസ് ദ ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ചില ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഫോർമുലാസ് കൊടുത്ത് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫോർമുല എന്ന് പറയുന്നതിൽ ഒരു പോയിന്റ് ആണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഉണ്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതുപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. സോ ദാറ്റ് എക്സ് ലൈസ് ബിറ്റ്വീൻ ഇൻ റേഞ്ച് ഉണ്ടോ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ കോസ് ഇൻവേഴ്സ് എക്സിലും ഈ എക്സ് എന്ന് നമുക്ക് പറഞ്ഞെന്നുണ്ടെങ്കിൽ അതൊരു റേഞ്ചിനകത്താണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ പ്രത്യേക ഒരു റേഞ്ച് തന്നിട്ടുണ്ട്, ആ റേഞ്ചിനകത്ത് വന്നാൽ മാത്രമേ നമുക്ക് എക്സ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് എല്ലാം ഉപയോഗിക്കാം അല്ലെ. ഇപ്പം സൈൻ 2x ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സൈൻ 2xന്റെ ഫോർമുല 2 tan x ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ എക്സ്. കോസ് 2x ആണെങ്കിൽ 1 - tan സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് tan സ്ക്വയർ എക്സ്.
അല്ലെ. അതുപോലെ തന്നെ ടാൻ 2x ആണെങ്കിലോ 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഇങ്ങനെ അതുപോലെ സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ട്രിഗ്നോമെട്രി ഫോർമുലാസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 അല്ലേ. അങ്ങനെയുള്ള ചില ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ നമുക്ക് ഡിഫറൻഷിയേറ്റ് എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ കണ്ടോ സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് പുറത്ത് കിടക്കുമ്പോൾ അകത്തും സൈൻ എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയാം. മനസ്സിലായോ പറഞ്ഞേ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു. അപ്പൊ അങ്ങനെ മാറ്റിയാലല്ലേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ശ്രദ്ധിക്കുക, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ടോ. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. വാട്ട് ഈസ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ? ട്രിഗ്നോമെട്രിക് ഫോർമുലയാണ്. That is sin 2 theta. That is sin 2 theta. So y is equal to sin inverse of sin 2 theta. Y is equal to sin inverse of sin 2 theta. നമുക്കറിയാം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഫോർമുല അനുസരിച്ച് sin inverse of sin x എന്ന് പറഞ്ഞാൽ x ആണ് ഉണ്ടോ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഫോർമുല അനുസരിച്ച് sin inverse of sin x എന്ന് പറഞ്ഞാൽ x എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെയും y equal to sin inverse of sin 2 theta യില് y is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 തീറ്റ എന്നെടുക്കാം ഉണ്ടോ. y is equal to 2 തീറ്റ. അപ്പൊ y 2 തീറ്റ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? y is equal to 2 into തീറ്റയുടെ വാല്യൂ റീപ്ലേസ് ചെയ്ത തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ഉണ്ടോ. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ടോ. അപ്പം y ഇൻ ടേംസ് ഓഫ് എക്സിൽ വന്നു. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെ. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ പറയാം? dy ബൈ dx is equal to 2 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 divided by 1 plus x square. So the answer is 2 divided by 1 plus x square ഉണ്ടോ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2 divided by 1 plus x square ആണ്. പ്രത്യേകം ഓർക്കണം 2 divided by 1 plus x square. അപ്പം അങ്ങനെ ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ. So the next question, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Find dy by dx if y is equal to cos inverse of 1 minus x square divided by 1 plus x square. Another question for inverse trigonometry അല്ലെ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ പറഞ്ഞു വരുന്നുണ്ട് if y is equal to cos inverse of 1 minus x square by 1 plus x square ആണ്. ഫൈൻ dy by dx. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ഫോം കാണുമ്പോൾ തന്നെ അതിനകത്ത് എക്സിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോസിലോട്ട് മാറും. കോസ് ഇൻവേഴ്സിനെ അകത്ത് കോസ് ആണ് വരേണ്ടത്, കോസിലോട്ട് മാറും. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 2 തീറ്റ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ലേ. അപ്പൊ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുക്കുക. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. So we get theta is equal to tan inverse x ഉണ്ടോ. തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? tan inverse x എന്ന് എടുക്കാം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ y is equal to cos inverse of ഉണ്ടോ 1 minus tan square theta divided by 1 plus tan square theta എന്ന് കൊടുക്കാം. 1 minus tan square theta divided by 1 plus tan square theta. ഓക്കെ. അപ്പൊ നമുക്കിവിടെ y is equal to cos inverse of 1 minus tan square theta by 1 plus tan square theta എന്നാണ്? cos 2 theta. cos 2 theta ഉണ്ടോ. 1 minus tan square theta by 1 plus tan square theta is cos 2 theta. അപ്പം y equal to cos inverse of cos 2 theta. y is equal to cos inverse of cos 2 theta. അപ്പോൾ y is equal to cos inverse of cos 2 theta ആണെങ്കിൽ എന്ത് എഴുതാം? y is equal to 2 theta എന്ന് എഴുതാം. y is equal to 2 theta എന്ന് എഴുതാം. theta is tan inverse x ഉണ്ടോ. തീറ്റയായി നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത്? tan inverse x ആണ്. So we get y is equal to 2 into tan inverse x. Then differentiating with respect to x ഉണ്ടോ. differentiating with respect to x ഉണ്ടോ. ഇതിനെ വീണ്ടും നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x ആകുമ്പോൾ നോക്കാം dy by dx is equal to 2 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square.
സോ വി ഗെറ്റ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടോ. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റി. അപ്പൊ ഇവിടെയും നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയെ അല്ലെ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ സിംപ്ലിഫൈഡ് ഫോമിലാക്കിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അവന് വി ക്യാൻ യൂസ് ദ ഫോർമുല ഫോർ ട്രിഗ്നോമെട്രി അല്ലോ, ട്രിഗ്നോമെട്രിയുടെ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Then see the next question. Check the differentiability ഉണ്ടോ. അടുത്തൊരു കേസാണ് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആണെങ്കിൽ സോ ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഉണ്ടോ. ആ ഫംഗ്ഷൻ എന്താന്ന് പറയാം, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം ഉണ്ടോ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടോ, ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടോ, ലെഫ്റ്റ് ഡെറിവേറ്റീവ് is equal to right derivative ഉണ്ടോ. ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഏത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്, എക്സ് ലെസ് ദാൻ 1ഉം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ 1ലാണ് ഈ സംഭവം ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം, ലിമിറ്റ് അല്ലെ എക്സ് ടെൻസ് ടു 1 മൈനസ് ആണ്, 1 മൈനസ് എഫ് ഡാഷ് എക്സ് നോക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഡാഷ് എക്സ്, അതായത് ലെഫ്റ്റ് ലിമിറ്റില് അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ എന്താണ് വരുന്നത് നോക്കാം. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഡാഷ് എക്സ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ 2x എന്ന് കിട്ടും. ഇനി നമ്മൾ അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ഇട്ട് കൊടുക്കുമ്പോൾ 2 എന്നാണ് വരുന്നത്. 2 ഉണ്ടോ, 1 മൈനസിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ 2 എന്ന് എടുക്കും. ഇതാണ് ഇതിന്റെ ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ലെഫ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ റൈറ്റ് ഡെറിവേറ്റീവ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഡാഷ് എക്സ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എഫ് ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ നമുക്ക് എടുക്കേണ്ടത്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ് എന്താണ് ഡെറിവേറ്റീവ്, 1 പ്ലസിന്റെ ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 1 പ്ലസ് 3 മൈനസ് എക്സ് 3യുടെ 0 ആവും, മൈനസ് എക്സിന്റെ -1 കിട്ടും. സോ വി ഗെറ്റ് അഗെയിൻ എ -1. സോ ദ ലെഫ്റ്റ് ലിമിറ്റ്, ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഇവിടെ ഈക്വൽ അല്ല ഉണ്ടോ. ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഈക്വൽ അല്ല. നമുക്കിവിടെ പറയാൻ പറ്റുമല്ലോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഡാഷ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഡാഷ് എക്സ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. നോട്ട് ഡിഫറൻഷ്യബിൾ ഉണ്ടോ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അല്ല ഉണ്ടോ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ ഡിഫറൻഷ്യബിലിറ്റി, ചെക്ക് ദ ഡിഫറൻഷ്യബിലിറ്റി. ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ സോ ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. ഡിഫറൻഷ്യബിൾ ആവും. ഓക്കെ, ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആകത്തില്ല. എന്നാൽ കണ്ടിന്യൂസ് ആകണമെങ്കിലോ എന്താണ് പ്രത്യേകത, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തന്നിരിക്കുന്ന ആ പോയിന്റിലും ഈക്വൽ ആണെങ്കിൽ സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, see the next problem. Find the value of a and b so that the function defined as f of x is a continuous function. കണ്ടോ, വേറൊരു മോഡൽ പ്രോബ്ലം ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മോഡുലസ് ഒക്കെ ഉള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതിനകത്ത് നമ്മളോട് എ ആൻഡ് ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x minus 2 by modulus x minus 2 plus a if x less than 2, a plus b if x is equal to 2, x minus 2 divided by mod x minus 2 plus b if x greater than 2 is a continuous function. ഉണ്ടോ, ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്,
എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. സിൻസ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. ഇനി നമുക്കിവിടെ 2 വെച്ചാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ കേസ് നമുക്ക് നോക്കേണ്ടത് ലിമിറ്റ് എക്സ്, അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ഇതെല്ലാം സെയിം ആയിരിക്കണം. കണ്ടോ? അതാണ് കണ്ടിന്യൂസിന്റെ പ്രത്യേകത. ഈ 2 ഉപയോഗിച്ചുള്ള കേസ് സെയിം ആയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ അത് 2 മൈനസിന്റെ കേസാണ്, ലെസ് ദാന്റെ കേസ് എടുക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് 2 ബൈ മോഡ് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് ഒരു മോഡുലസ് ഫംഗ്ഷന്റെ നെഗറ്റീവിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, മോഡ് എക്സ് ആണെങ്കിൽ ലെസ് ദാന്റെ കേസ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്, ഗ്രേറ്റർ ദാന്റെ കേസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഈ മോഡ് എക്സ് മൈനസ് 2ന്റെ കേസിൽ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഓഫ് എക്സ് മൈനസ് 2 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസിന്റെ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എക്സ് മൈനസ് 2 ആണ്. ഉണ്ടോ? അതിന്റെ നെഗറ്റീവ് കേസ് എടുക്കണം. പ്ലസ് എന്ത് വരും? എ. ഉണ്ടോ? ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ്, അപ്പൊ ഇതിന്റെ ഗ്രേറ്റർ ദാന്റെ കേസ് ആണ്. ഗ്രേറ്റർ ദാന്റെ കേസ് പറയുന്നത് താഴെയാണ്. കണ്ടോ? എക്സ് മൈനസ് 2 ബൈ മോഡ് എക്സ് മൈനസ് 2 പ്ലസ് ബി ആണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് മോഡിന്റെ വാല്യൂ. അപ്പൊ എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 2 എന്ന് വരും. അപ്പൊ അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 2 പ്ലസ് ബി എന്ന് വരും. സോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സ് ടെൻസ് 2 തന്നിട്ടുണ്ട്, എ പ്ലസ് ബി എന്ന് തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ ഈ എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 ക്യാൻസൽ ആയി. സോ വി ഗെറ്റ് മൈനസ് 1 പ്ലസ് എ. ഉണ്ടോ? മൈനസ് 1 പ്ലസ് എ ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 ക്യാൻസൽ ആയി, ദാറ്റ് ഈസ് 1 പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഉണ്ടോ? ഇനി ഇത് പരസ്പരം ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കും. ഇതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. മോഡുലസ് വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്കുണ്ടല്ലോ ഇവ തമ്മിൽ ചെയ്യാം. മൈനസ് 1 പ്ലസ് എ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബി എന്ന് കൊടുക്കാം. മൈനസ് 1 പ്ലസ് എ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബി. അപ്പം നമുക്കറിയാം ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതെ പോയെങ്കിലേ ഉള്ളൂ അടുത്തത് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് മൈനസ് 1 പ്ലസ് എ ആണ്. അതിനെ നമുക്ക് എ പ്ലസ് ബിയോട് ഇക്വേറ്റ് ചെയ്യാം. ലാസ്റ്റ് ലിമിറ്റ് എ പ്ലസ് ബിയോട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പം ഈ എയും കൂടെ ക്യാൻസൽ ആയി. അപ്പൊ മൈനസ് 1 ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പൊ ബിയുടെ വാല്യൂ മൈനസ് 1 എന്ന് കിട്ടി. ഇനി അടുത്ത കേസ് എടുക്കുമ്പോൾ 1 പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ബിയും കൂടെ കട്ടായി. അപ്പൊ 1 ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. അപ്പൊ therefore എ ഈസ് ഈക്വൽ ടു 1, b is equal to minus 1. That is answer. ഉണ്ടോ? a is equal to 1, b is equal to minus 1 is there. Very important question. വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ മാർക്ക് മൊത്തമായിട്ടും മേടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് സീ ദ നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം. The derivative of x square with respect to x at x is equal to root pi. ഉണ്ടോ? The derivative of sin of x square with respect to x at x is equal to root pi. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്കൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ ബോർഡ് എക്സാമിന് ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡാണ്. എല്ലാ ബോർഡ് എക്സാമിനും, സ്റ്റേറ്റ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ, ബോർഡ് എക്സാമിന് നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നുള്ള നിർബന്ധമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ വർഷത്തെ ബോർഡ് എക്സാം വരുന്തോറും അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കുക, അതുപോലെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കും നോക്കാം. ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ സൈൻ ഓഫ് എക്സ് സ്ക്വയറിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. കണ്ടോ? അതൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അതിനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് പൈ എന്നിട്ട് നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കളയാം. y ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്തേ. dy ബൈ dx ഇസ് ഈക്വൽ ടു, ഉണ്ടോ? dy ബൈ dx ഇസ് ഈക്വൽ ടു, അപ്പൊ സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് cos ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കണം 2x. ഉണ്ടോ? അപ്പൊ സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്കും dy ബൈ dx എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x എന്ന് എടുക്കുക. കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് എടുത്തു. ഇനി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് പൈ എന്ന് ഇവിടെ പറയുന്നുണ്ട്. dy ബൈ dx അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് പൈ. ഉണ്ടോ? എക്സിന്റെ വാല്യൂ റൂട്ട് പൈ ആണ്. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് കോസ് ഓഫ് റൂട്ട് പൈ സ്ക്വയർ, ഉണ്ടോ? എക്സിന് പകരം റൂട്ട് പൈ കൊടുക്കുക, ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് പൈ. ഓക്കെ, സോ ഇംപ്ലൈസ് കോസ് ഓഫ് റൂട്ട് പൈയുടെ സ്ക്വയർ റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ, പൈ എന്ന് വരും. സോ ദാറ്റ് മീൻസ് കോസ് പൈ പ്ലസ് 2 റൂട്ട് പൈ
cos pi. What is the value of cos pi? Cos pi യുടെ വാല്യൂ -1 ഉണ്ട്, ഇൻറ്റു ആണ് ഇവിടെ. cos pi യുടെ വാല്യൂ എന്താണ്? -1. സോ -1 ഇൻറ്റു 2 റൂട്ട് പൈ. സോ ദാറ്റ് ഈസ് -2 റൂട്ട് പൈ ഇസ് ദ ആൻസർ. ഉണ്ടോ? -2 റൂട്ട് പൈ. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. -2 റൂട്ട് പൈ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആയിരുന്നു, നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതിനുശേഷം എക്സിന് റൂട്ട് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വി ഗെറ്റ് ദ ഓപ്ഷൻ സി, -2 ഇൻറ്റു റൂട്ട് പൈ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്ത് എത്ര ഫംഗ്ഷൻ ഉണ്ടോ അത്രയും ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് √1 - cos x by 1 + cos x with respect to x. ഉണ്ടോ? സോ വി ഗെറ്റ് y is equal to √1 - cos x നെ നമ്മൾ ഒരു ട്രിഗ്നോമെട്രിക് ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്, 2 sin² x/2. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. 1 + cos x എന്ന് പറയുമ്പോഴത്തേക്കും 2 cos² x/2 ആണ്. സോ y is equal to, രണ്ടിൻ്റെ റൂട്ട് മാറ്റി കളഞ്ഞ് ഈ 2 ഉം 2 ഉം കട്ടായി. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് മാറുമ്പോൾ sin x/2 by cos x/2. സോ y is equal to എന്ത് കിട്ടും? sin x/2 by cos x/2 tan x/2. ഉണ്ടോ? tan x/2. അപ്പോൾ ഈ ഫംഗ്ഷൻ tan x/2 മാറി പെട്ടെന്ന് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഓർക്കുക, ഡിഫറൻഷിയേറ്റ് √1 - cos x by √1 + cos എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിന്റെ ഫോമിലാണ് കിടക്കുന്നത്. ഇപ്പോൾ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, 1/2 റൂട്ട് എക്സ് ആണ്, ഇൻറ്റു വീണ്ടും 1 - cos x-ന്റെയും 1 + cos x-ന്റെയും കോഷ്യന്റ് റൂൾ ഒക്കെ വെച്ച് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ലെങ്തി ആകും, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ അവിടെ ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ y equal to √1 - cos x by 1 + cos x. 1 - cos x ന്റെ ട്രിഗ്നോമെട്രിക് ഫോർമുല 2 sin² x/2. 1 + cos x ന്റെ ട്രിഗ്നോമെട്രിക് ഫോർമുല 2 cos² x/2. 2 ഉം 2 ഉം കട്ടായി, രണ്ടിന്റെ റൂട്ട് മാറി കഴിയുമ്പോൾ sin x/2 by cos x/2, sin x/2 by cos x/2 tan x/2. സോ വി ഗെറ്റ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഉണ്ടോ? അപ്പോൾ y equal to tan x/2 എന്ന് പറഞ്ഞാൽ tan x/2 ഒരു ഫംഗ്ഷൻ എടുക്കാം, x/2 എന്ന് പറഞ്ഞാൽ അനദർ ഫംഗ്ഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ബേസ് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്തു വരുമ്പോൾ dy/dx is equal to tan x-ന്റെ ഡെറിവേറ്റീവ് sec² x ആണ്. അപ്പോൾ tan x/2 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec² x/2. tan x/2 ഡെറിവേറ്റീവ് എന്താണ്? sec² x/2 ഇൻറ്റു d/dx ഓഫ് x/2. ഉണ്ടോ? tan x-ന്റെ ഡെറിവേറ്റീവ് sec² x ആണ്. അപ്പോൾ tan x/2ന്റെ sec² x/2 ഇൻറ്റു d/dx ഓഫ് x/2 എടുക്കണം. അപ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു sec² x/2 ഇൻറ്റു d/dx ഓഫ് x/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ അവർ ആൻസർ ഈസ് 1/2 sec² x/2. ഉണ്ടോ? അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടോ, 1/2 sec² x/2 എന്നുള്ള രീതിയിലേക്ക് വന്നു. ഓക്കെ, സി ദ നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. സി ദ നെക്സ്റ്റ് വൺ. ഫൈൻഡ് dy/dx if sin x plus cos y equal to xy. So it is an implicit function. Again an implicit function. ഒരു ട്രിഗ്നോമെട്രിക് ഫോമിൽ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ വന്നാൽ എങ്ങനെ നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, മൊത്തം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വൈ അലോൺ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ dy/dx ഉള്ളതെല്ലാം ഒരു സൈഡിലാക്കുന്നു, ബാക്കിയുള്ളതെല്ലാം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെയും sin x plus cos y is equal to xy-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നോക്കാം, sin x-ന്റെ ഡെറിവേറ്റീവ് cos x ആണ്, പ്ലസ് cos y-യുടെ ഡെറിവേറ്റീവോ മൈനസ് sin y ഇൻറ്റു y-യുടെ ഡെറിവേറ്റീവ് dy/dx. അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. sin x-ന്റെ ഡെറിവേറ്റീവ് cos x ആണ്, അണ്ടർസ്റ്റുഡ് ആണ്. ദെൻ cos y-യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് sin y ഇൻറ്റു dy/dx കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ റൈറ്റ് സൈഡ് xy ആ, x ഇൻറ്റു y ആ, അല്ലെ? പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ആണ് xy. ദീസ് ആർ ദ ടു ഫംഗ്ഷൻസ് ഇൻ പ്രോഡക്റ്റ്. വി ക്യാൻ അപ്ലൈ പ്രോഡക്റ്റ് റൂൾ, അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്
ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടൈംസ് ഒരു സൈഡിലാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ട് ആക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് സൈൻ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇവിടെ ഈ കോസ് എക്സ് അപ്പുറം പോകുമ്പോൾ വൈ മൈനസ് കോസ് എക്സ്. സോ ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കോസ് എക്സ്. സോ വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ വൈ മൈനസ് കോസ് എക്സ് എന്ന് ഒരു മൈനസ് വെളിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് എക്സ് പ്ലസ് സൈൻ വൈ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ തിരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം കോസ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സൈൻ വൈ ഇസ് ദ ആൻസർ. ഉണ്ടോ? കോസ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സൈൻ വൈ. കാരണം ഈ മൈനസിനെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ കൊടുക്കുകയാണെങ്കിൽ ഇത് മൈനസ് വൈ ആവും, മൈനസും മൈനസും കോസ് എക്സ് പ്ലസ് ആവും. അപ്പോൾ കോസ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് സൈൻ എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു എക്സ് വൈ ദെൻ ഡിഫറൻഷിയേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്നിട്ട് ഡി വൈ ഡി എക്സ് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സീ ദ നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് ക്യൂ പ്ലസ് വൈ. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. സൈൻ ഓഫ് എക്സ് ക്യൂ പ്ലസ് 7 എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. എക്സ് ക്യൂ പ്ലസ് 7 എന്ന് പറഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ ആണ്. അപ്പം നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് ക്യൂ പ്ലസ് 7 ഈസ് കോസ് ഓഫ് എക്സ് ക്യൂ പ്ലസ് 7 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 7. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു cos of x cube plus 7 into d by dx of x cube plus 7. That means x cube derivative 3x square, 7 derivative 0 ആയിപ്പോ. So the answer is 3x square into cos of x cube plus 7. 3x square into cos of x cube plus 7 കിട്ടും. Okay, okay. See the next question. Find all points of discontinuity of f where f is defined by. ഉണ്ടോ? ഇതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞ ഈ പോയിന്റിലെ ഡിസ്കണ്ടിന്യൂറ്റി ആണോ എന്ന് അറിയണമെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും പോയിന്റിലും ഉള്ള കേസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇത് ഡിസ്കണ്ടിന്യൂറ്റി ആണോ എന്നുള്ളത്. നോക്കാം നമുക്ക്. ഇവിടെ ആദ്യത്തെ കേസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ. അപ്പം അവിടെ നമുക്ക് എടുക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കേസിൽ എന്ത് വരും? 2x പ്ലസ് 3 കൊടുക്കുക. അപ്പം എക്സിന് 2 അപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. നൗ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഉണ്ടോ? ഇത് ഈ കണ്ടീഷൻ തന്നെയാണ്, ലെസ് ദാൻ ഓർ 2 തന്നെയാണ് 2 വരുന്നത്. ഈസ് ഈക്വൽ ടു limit x tends to 2, 2x plus 3. So that is equal to 2 into 2 plus 3. So 7. Then greater the case നോക്കാം. Limit x tends to 2 plus f of x. No. 2 plus f of x. 2 plus f of x ചെയ്യുമ്പോഴത്തേക്കും limit x tends to 2 plus അതിൻ്റെ f of x 2x minus 3 ആണ്. So that is equal to x ന് പകരം 2 കൊടുക്കുമ്പോൾ 2 into 2 minus 3. That is 4 minus 3. That is equal to 1. So these are different അല്ലേ? 7, 7, 1 ആണ് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് 7ഉം 1ഉം. അപ്പോൾ സോ ഇറ്റ് ഈസ് നോട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിവിടെ പറയാം therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. ഉണ്ടോ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. നമ്മൾ പറഞ്ഞു ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആകാതെ വന്നാൽ ലെഫ്റ്റ് ലിമിറ്റോ തന്നിരിക്കുന്ന ആ പോയിന്റോ അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആകാതെ വന്നിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഓക്കെ, സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 x less than or equal to 2, ax plus b 2 less than x less than 10,
21 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഈസ് കണ്ടിന്യൂസ് ഉണ്ടോ, ഈസ് കണ്ടിന്യൂസ്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു കണ്ടിന്യൂസ് ആണ്, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആ പോയിന്റിലും ഈക്വൽ ആയിരിക്കണം. സോ ബി കാറ്റ് നമുക്ക് ഇവിടെ പറയാം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടേൺസ് ടു 2-ലാണ്, ഇവിടെ 2-ലും ഉണ്ട് 10-ലും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് ടേൺസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 5 ആണ്. ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അഗൈൻ 5. ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കേസ് വ്യത്യാസമുണ്ട്. കാരണം 2 പ്ലസിൽ വരുമ്പോൾ 2 ലെസ് ദാൻ എക്സ് ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2, 2 പ്ലസിൽ എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ എ എക്സ് പ്ലസ് ആകുമ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ 2a പ്ലസ് ബി എന്ന് കിട്ടും, 2a പ്ലസ് ബി. അപ്പോൾ ഇത് മൂന്നും കണ്ടിന്യൂസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5. സോ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. 10ന്റെ കേസാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടേൺസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ്. 10 മൈനസ് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ എക്സിന് 10 കൊടുക്കണം അല്ലേ. 10 മൈനസ് അപ്പോൾ എക്സിന് 10 കൊടുക്കുമ്പോൾ 10a പ്ലസ് ബി. ദെൻ ലിമിറ്റ് എക്സ് ടേൺസ് ടു 10 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 21 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടേൺസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്നിട്ടുണ്ട് എത്രയാണ്, 21 ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും ഇത് മൂന്നും എന്താ ഈക്വൽ ആയിരിക്കില്ല കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 21. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 21. സബ്സ്ട്രാക്ട് ചെയ്തേ. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് 8a is equal to 5 minus 21. 5 minus 21 is there. 5 minus 21, 16 അല്ലേ, minus 16. So a is equal to 16 by 8, that is 2. ഇനി ഇത് 1 കൊടുത്താൽ മതി. അപ്പോൾ 2 into 2 plus b equal to 5. അപ്പോൾ b equal to 5 minus 4. 2 into 2 4 ആയി. അപ്പോൾ 5 minus 4 is 1 ഉണ്ടോ. അപ്പോൾ എയുടെ വാല്യൂ 2ഉം ബിന്റെ വാല്യൂ 1ഉം കിട്ടും. അപ്പോൾ ഈ ഒരു മോഡൽ പ്രോബ്ലം എപ്പോഴും നമുക്ക് എൻട്രൻസ് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. ബോർഡ് എക്സാമിന് എപ്പോഴും നമുക്ക് ഉണ്ടാകാവുന്ന ഒരു കേസസ് പ്രോബ്ലം ആണ്. അപ്പോൾ നന്നായിട്ട് അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിലേക്ക് വരുന്നു. ഫൈൻഡ് dy by dx if y is equal to log of cos of e raised to x. So it is a function of a function അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ dy by dx is equal to log of cos of e raised to x എന്നാ 1 by cos of e raised to x into cos of e raised to x ഡെറിവേറ്റീവ് മൈനസ് sin of e raised to x into e raised to x ഡെറിവേറ്റീവ് e raised to x തന്നെ. So that is equal to sin by cos എന്ന് പറഞ്ഞാൽ tan ആണ്. അപ്പം മൈനസ് tan of e raised to x into e raised to x is the answer. So it is a function of a function കണ്ടോ. ഇതും ഒരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് ഇന്നത്തെ പാർട്ട് 1 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ പാർട്ട് 1-ൽ നമ്മൾ കണ്ട കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മെയിനായിട്ടും ഇതിനകത്ത് ഓർക്കേണ്ടത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനും കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നറിയാനും അതുപോലെ തന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഓർ എ ആൻഡ് ബി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വന്നാൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആ ടൈപ്പുള്ള എല്ലാ പ്രോബ്ലംസും ബോർഡ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും അതുപോലെ പ്രോബ്ലംസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.